എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPFന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് സോണാലി മിശ്ര. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ RPFന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് സോണാലി മിശ്രയാണ്. ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 ജൂലൈ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏതാണ്? സിംഗപ്പൂർ പാസ്പോർട്ട്. സിംഗപ്പൂർ പാസ്പോർട്ടാണ് ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 ജൂലൈ പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട്. ഇന്ത്യൻ പാസ്പോർട്ട് 77ാം സ്ഥാനത്താണ്. 2025 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. നിതിൻ ഗഡ്കരിയാണ് 2025 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായ കേന്ദ്രമന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 50 കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിൽ. അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 50 കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത്. 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ചത് അബുദാബി. UAE അബുദാബി ആയിരുന്നു 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ചത്. 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖാണ് 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം. മറ്റൊരു ഇന്ത്യൻ താരം കൂടിയായ കൊനേരു ഹംപിയെ തോൽപ്പിച്ചാണ് ദിവ്യ കിരീടം നേടിയത്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കെ മധു. സംവിധായകൻ കെ മധുവാണ് KSFDCയുടെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. യുനെസ്കോയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം അമേരിക്ക. അമേരിക്കയാണ് യുനെസ്കോയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം. ബഹിരാകാശ നിലയത്തിൽ നിന്നും ഓറിയോൺ നെബുലയുടെ ചിത്രം പകർത്തിയ ഇന്ത്യക്കാരൻ ശുഭാൻഷു ശുക്ല. ശുഭാൻഷു ശുക്ലയാണ് ബഹിരാകാശ നിലയത്തിൽ നിന്നും ഓറിയോൺ നെബുലയുടെ ചിത്രം പകർത്തിയ ഇന്ത്യക്കാരൻ. ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമ്പസ് അധിഷ്ഠിത ഹ്യൂമൻ ലൈബ്രറി ഇവൻറ്റിന് ആതിഥേയത്വം വഹിച്ചത് IIT പാലക്കാട്. IIT പാലക്കാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമ്പസ് അധിഷ്ഠിത ഹ്യൂമൻ ലൈബ്രറി ഇവൻറ്റിന് ആതിഥേയത്വം വഹിച്ചത്. മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിലെ അഴിമതി തടയാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന വെർച്വൽ ചെക്ക് പോസ്റ്റ് പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കുന്നത് പാലക്കാട് ജില്ലയിലെ വാളയാർ ചെക്ക് പോസ്റ്റ്. പാലക്കാട് ജില്ലയിലെ വാളയാർ ചെക്ക് പോസ്റ്റിലാണ് മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിലെ അഴിമതി തടയാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന വെർച്വൽ ചെക്ക് പോസ്റ്റ് പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കുന്നത്. എൻലൈറ്റൻഡ് ലീഡർഷിപ്പ് ഇൻസൈഡ് ഭൂട്ടാൻസ് ഇൻസ്പയറിംഗ് ട്രാൻസിഷൻ ഫ്രം മൊനാർക്കി ടു ഡെമോക്രസി എന്ന പുസ്തകം രചിച്ചത് ഷെറിംഗ് ടോബ്ഗെ. ഭൂട്ടാൻ പ്രധാനമന്ത്രിയായ ഷെറിംഗ് ടോബ്ഗെയാണ് എൻലൈറ്റൻഡ് ലീഡർഷിപ്പ് ഇൻസൈഡ് ഭൂട്ടാൻസ് ഇൻസ്പയറിംഗ് ട്രാൻസിഷൻ ഫ്രം മൊനാർക്കി ടു ഡെമോക്രസി എന്ന പുസ്തകം രചിച്ചത്. 14 മുതൽ 22 വയസ്സുവരെയുള്ള തൻ്റെ യാത്രാനുഭവങ്ങൾ ദി ലൈറ്റ് ഓഫ് വൈൽഡർ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച വ്യക്തി ഇഷാൻ ഷാനവാസ്. ഇഷാൻ ഷാനവാസ് ആണ് 14 മുതൽ 22 വയസ്സുവരെയുള്ള തൻ്റെ യാത്രാനുഭവങ്ങൾ ദി ലൈറ്റ് ഓഫ് വൈൽഡർ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച വ്യക്തി.
കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷകവുമായ ലഘുഭക്ഷണം, പാനീയങ്ങൾ എന്നിവ നൽകുന്ന പദ്ധതിയുടെ പേര് മാ കെയർ. മാ കെയർ പദ്ധതിയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷകവുമായ ലഘുഭക്ഷണം, പാനീയങ്ങൾ എന്നിവ നൽകുന്ന പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷാ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ. മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷാ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ ഭീകരരെ പിടികൂടാനായി ഇന്ത്യൻ സൈന്യം നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിന് നൽകിയിരുന്ന പേര് ഓപ്പറേഷൻ മഹാദേവ്. പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ ഭീകരരെ പിടികൂടാനായി ഇന്ത്യൻ സൈന്യം നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ മഹാദേവ്. വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് ആദരം അർപ്പിക്കാനുള്ള മൊബൈൽ ആപ്പ് ഈ ശ്രദ്ധാഞ്ജലി. വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് ആദരം അർപ്പിക്കാനുള്ള മൊബൈൽ ആപ്പിൻ്റെ പേരാണ് ഈ ശ്രദ്ധാഞ്ജലി. പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റ് കരോൾ നവ്റോസ്കി. കരോൾ നവ്റോസ്കിയാണ് പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റ്. ലോകത്തിലാദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് കിക്ക് ബോക്സിംഗ് മാച്ച് നടന്ന രാജ്യം ചൈന. ലോകത്തിലാദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് കിക്ക് ബോക്സിംഗ് മാച്ച് നടന്നത് ചൈനയിലായിരുന്നു. 39ാമത് നാഷണൽ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് മേഘാലയ. മേഘാലയയാണ് 39ാമത് നാഷണൽ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്. സമാധാനപരമായ സംഭാഷണത്തിലൂടെയും കൂടിയാലോചനയിലൂടെയും അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈനയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ എന്ന സംഘടനയാണ് സമാധാനപരമായ സംഭാഷണത്തിലൂടെയും കൂടിയാലോചനയിലൂടെയും അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈനയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാനിൽ മരണപ്പെട്ട പൗരന്മാർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇറക്കിയ പ്രസ്താവന പിന്നീട് പിൻവലിച്ച രാജ്യം കൊളംബിയ. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാനിൽ മരണപ്പെട്ട പൗരന്മാർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇറക്കിയ പ്രസ്താവന പിന്നീട് പിൻവലിച്ചത് കൊളംബിയയായിരുന്നു. പ്രതിരോധ മേഖലയിലെ വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് തടസ്സങ്ങളില്ലാതെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനും പെൻഷൻ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒറ്റ പോർട്ടലിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സംയോജിത സിസ്റ്റം സ്പർശ്, സിസ്റ്റം ഫോർ പെൻഷൻ അഡ്മിനിസ്ട്രേഷൻ രക്ഷ, സ്പർശ് എന്ന സിസ്റ്റമാണ് പ്രതിരോധ മേഖലയിലെ വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് തടസ്സങ്ങളില്ലാതെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനും പെൻഷൻ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒറ്റ പോർട്ടലിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സംയോജിത സിസ്റ്റം. 2030 ആകുമ്പോഴേക്കും എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ നേത്രചികിത്സ നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള സംരംഭം ഗ്ലോബൽ സ്പെക്സ് 2030. ഗ്ലോബൽ സ്പെക്സ് 2030 ആണ് 2030 ആകുമ്പോഴേക്കും എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ നേത്രചികിത്സ നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള സംരംഭം. കുട്ടികളുടെ സംരക്ഷണ സേവനങ്ങൾക്കായുള്ള ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി നവീകരിച്ച മിഷൻ വാത്സല്യ പോർട്ടൽ ആരംഭിച്ച മന്ത്രാലയം വനിതാ ശിശു വികസന മന്ത്രാലയം. കുട്ടികളുടെ സംരക്ഷണ സേവനങ്ങൾക്കായുള്ള ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി നവീകരിച്ച മിഷൻ വാത്സല്യ പോർട്ടൽ ആരംഭിച്ചത് വനിതാ ശിശു വികസന മന്ത്രാലയമാണ്. ഇന്ത്യയിലാദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ഹൈഡ്രജൻ ഇന്ധന കോച്ച് വിജയകരമായി പരീക്ഷിച്ചത് ചെന്നൈയിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ICF. ചെന്നൈയിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇന്ത്യയിലാദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ഹൈഡ്രജൻ ഇന്ധന കോച്ച് വിജയകരമായി പരീക്ഷിച്ചത്. കേരള എക്സൈസ് കമ്മീഷണറായി നിയമിതനായത് MR അജിത് കുമാർ. MR അജിത് കുമാറാണ് കേരള എക്സൈസ് കമ്മീഷണറായി നിയമിതനായത്. രാജ്യത്താദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലെ ആനമല കടുവാ സങ്കേതത്തിൽ. തമിഴ്നാട്ടിലെ ആനമല കടുവാ സങ്കേതത്തിലാണ്
രാജ്യത്താദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്? ISROയും നാസയും ചേർന്ന് നടപ്പാക്കിയ പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമായ നിസാർ, നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് GSLV F-16. GSLV F-16 ആണ് ISROയും നാസയും ചേർന്ന് നടപ്പിലാക്കിയ പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമായ നിസാർ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്. ജർമ്മനിയിൽ നടന്ന ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ആർച്ചറി മിക്സഡ് കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരങ്ങൾ പർനീത് കൗർ, കുശാൽ ദലാൽ. പർനീത് കൗർ, കുശാൽ ദലാൽ എന്നിവരാണ് ജർമ്മനിയിൽ നടന്ന ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ആർച്ചറി മിക്സഡ് കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരങ്ങൾ. കരസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടിയുള്ള ഫയർ കൺട്രോൾ റഡാറുകൾ നിർമ്മിക്കാനുള്ള കരാർ നൽകിയിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BEL. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനാണ് കരസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടിയുള്ള ഫയർ കൺട്രോൾ റഡാറുകൾ നിർമ്മിക്കാനുള്ള കരാർ നൽകിയിരിക്കുന്നത്. അടുത്തിടെ കർണാടകയിലെ കോലാർ സ്വദേശിയായ ഒരു സ്ത്രീയിൽ നിന്നും കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് ക്രിബ് എന്ന രക്തഗ്രൂപ്പാണ് അടുത്തിടെ കർണാടകയിലെ കോലാർ സ്വദേശിയായ ഒരു സ്ത്രീയിൽ നിന്നും കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പായ ക്രോമറിൻ്റെ ഷോർട്ട് ഫോമായ CRഉം ഇന്ത്യ ബംഗളൂരുവിൻ്റെ ഷോർട്ട് ഫോമായ IBയും ചേർന്ന് ക്രിബ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ബുക്ക് ബ്രഹ്മ ഫൗണ്ടേഷൻ്റെ 2025 സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി KR മീര. KR മീരയാണ് ബുക്ക് ബ്രഹ്മ ഫൗണ്ടേഷൻ്റെ 2025 സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി. പുരുഷന്മാരുടെ 200 മീറ്റർ വ്യക്തിഗത മെഡ്ലേയിൽ 14 വർഷം പഴക്കമുള്ള ലോക റെക്കോർഡ് തകർത്ത ഫ്രാൻസിൻ്റെ നീന്തൽ താരം ലിയോൺ മർച്ചൻ്റാണ് പുരുഷന്മാരുടെ 200 മീറ്റർ വ്യക്തിഗത മെഡ്ലേയിൽ 14 വർഷം പഴക്കമുള്ള ലോക റെക്കോർഡ് തകർത്ത ഫ്രാൻസിൻ്റെ നീന്തൽ താരം. നിസാർ ദൗത്യത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടറായി പ്രവർത്തിച്ച മലയാളി ശാസ്ത്രജ്ഞൻ തോമസ് കുര്യനാണ് നിസാർ ദൗത്യത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടറായി പ്രവർത്തിച്ച മലയാളി ശാസ്ത്രജ്ഞൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പായ ബാർബഡോസ് ത്രെഡ് സ്നേക്കിനെ 20 വർഷത്തിന് ശേഷം വീണ്ടും കണ്ടെത്തിയത് കരീബിയൻ ദ്വീപ് രാജ്യമായ ബാർബഡോസിൽ. കരീബിയൻ ദ്വീപ് രാജ്യമായ ബാർബഡോസിലായിരുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പായ ബാർബഡോസ് ത്രെഡ് സ്നേക്കിനെ 20 വർഷത്തിന് ശേഷം വീണ്ടും കണ്ടെത്തിയത്. കേരളത്തിൽ അയ്യാ വൈകുണ്ഠസ്വാമിക്ക് സ്മാരകം ഒരുങ്ങുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരളത്തിൽ അയ്യാ വൈകുണ്ഠസ്വാമികൾക്ക് സ്മാരകം ഒരുങ്ങുന്നത്. MBS യൂത്ത് ക്വയർ ഏർപ്പെടുത്തിയ MB ശ്രീനിവാസൻ മെമ്മോറിയൽ അവാർഡിന് 2025 ജൂലൈയിൽ അർഹനായ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് MBS യൂത്ത് ക്വയർ ഏർപ്പെടുത്തിയ MB ശ്രീനിവാസൻ മെമ്മോറിയൽ അവാർഡിന് 2025 ജൂലൈയിൽ അർഹനായത്. ഔദ്യോഗികമായി സർക്കാർ ജീവനക്കാർക്കായി ഒരു സമ്പൂർണ്ണ സബാറ്റിക്കൽ ലീവ് സ്കീം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം സിക്കിമാണ്. ഔദ്യോഗികമായി സർക്കാർ ജീവനക്കാർക്കായി ഒരു സമ്പൂർണ്ണ സബാറ്റിക്കൽ ലീവ് സ്കീം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. 2025 കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ അവാർഡിന് അർഹനായ കവിയും എഴുത്തുകാരനുമായ വ്യക്തി PN ഗോപികൃഷ്ണനാണ് 2025 കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ അവാർഡിന് അർഹനായ കവിയും എഴുത്തുകാരനുമായ വ്യക്തി. നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെ പ്രഥമ നാട്യവേദ പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ഭരതനാട്യം നർത്തകി പത്മ സുബ്രഹ്മണ്യമാണ് നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെ പ്രഥമ നാട്യവേദ പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ഭരതനാട്യം നർത്തകി. കേരളത്തിൽ ആദ്യത്തെ അവക്കാഡോ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വയനാട് ജില്ലയിലെ
അമ്പലവയലാണ് കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിയും. ജവാൻ എന്ന സിനിമയിലെ പ്രകടനത്തിന് ഷാറുഖ് ഖാനും 12th ഫെയിൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിക്രാന്ത് മാസിയുമാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് റാണി മുഖർജി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് റാണി മുഖർജിയാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്ക്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുദീപ് തോസൻ. ദി കേരള സ്റ്റോറി സംവിധാനം ചെയ്ത സുദീപ് തോസനാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിജയരാഘവൻ. പൂക്കാലം എന്ന സിനിമയിലെ പ്രകടനത്തിന് വിജയരാഘവനാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർവശി. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഉർവശിയാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. SSB സശസ്ത്ര സീമാ ബലിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് സഞ്ജയ് സിംഗാൾ. സഞ്ജയ് സിംഗാളാണ് സശസ്ത്ര സീമാ ബൽ SSBയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.